വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ ഉത്സവത്തിന് കൊണ്ടുപോകാറുണ്ട്, DJ പാർട്ടിക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ തിയേറ്ററിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലുമൊക്കെ യാത്രകൾക്ക് കൊണ്ടുപോകാനായിട്ട്. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ, അവർക്കും വേണമല്ലോ കുറച്ച് ഉല്ലാസ യാത്രകളും എല്ലാം. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ, SUT ഹോസ്പിറ്റൽ, പട്ടം. വെൽക്കം ടു ദ ഷോ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവരെ യാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, നമുക്ക് യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർക്കണം, ഒരു പാക്കേജാണ്. അതിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ട് കാര്യങ്ങളാണ് ഏറ്റവും നമുക്ക് ആദ്യം എടുത്തു വെക്കേണ്ടത്. ഒന്ന് ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസ് ആണ്. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പനി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തിരി ഒരു ദൂര യാത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന ഒരു രീതിയിൽ എടുക്കുമ്പോൾ ഫസ്റ്റ് മെഡിസിൻസ്, കാൽപോൾ ആണെങ്കിൽ അത് പാരസെറ്റമോൾ ആണ്, എന്താണോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് ആ മെഡിസിൻസ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോകുന്നതിന് മുന്നേ ഇച്ചിരി ഒരു ലോങ് യാത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ചോദിക്കാം നമുക്ക് എന്തൊക്കെ, ഇപ്പോൾ വൊമിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്, ഫീവർ വന്നാൽ എന്താ ചെയ്യേണ്ടത്, ഡയറിയ വന്നാൽ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മെഡിസിൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ എങ്കിലും മേടിച്ചാൽ നമുക്ക് പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ കരച്ചിലായിരിക്കും, പെയിൻ വന്നിട്ട് ചിലപ്പോൾ കരയാനുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഏത് പെയിൻ ആണെങ്കിലും, ഇപ്പോൾ ഹെഡേക്ക് ആണെങ്കിൽ നമ്മൾ ആദ്യം കഴിക്കുന്നത് എന്താ, പാരസെറ്റമോളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ടാബ്ലറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് തിങ്, നമ്മൾ പുറത്തുനിന്ന് ഓരോ കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ഔട്ട്സൈഡ് ഫുഡ് കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡ് തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് സേഫ്റ്റി ഉള്ള റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റിലായിരിക്കണം നമ്മൾ കയറി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കേണ്ടത്. പിന്നെ അടുത്തത് പറയാനുള്ളത് വെള്ളം, നമ്മൾ കഴിവതും പറ്റുന്ന രീതിയിലുള്ള ഹോട്ട് വാട്ടർ, ചൂടുവെള്ളം നമ്മൾ കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞ് കുട്ടികളൊക്കെ കൊണ്ട് യാത്രയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് പോസ് ചെയ്യണം. അതായത് ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ട്രാവൽ അല്ലാണ്ട് ഇടയ്ക്കൊന്ന് നിന്നിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് എന്താ പറയുക, നടുവേദന എടുക്കാനും അല്ലെങ്കിൽ കുറേ ഇറിറ്റേറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മളൊന്ന് നിർത്തിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുപാട് ദൂരം പോകുമ്പോഴത്തേക്കും ഇവർക്ക് ഇതെല്ലാം കീപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം ഈ ഫുഡെല്ലാം മിക്കവാറും തീർന്നു പോവും. അപ്പോൾ പുറത്തുനിന്ന് എന്തായാലും ഇവർക്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തായിരിക്കും വേറൊരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്? അതുമാത്രമല്ല, ഇപ്പോൾ കുട്ടികൾക്കുള്ള ഈ സോപ്പ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ മെയിൻലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളായിരിക്കും നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒത്തിരി ദൂരമുള്ള യാത്രയാണ് പോകുന്നെങ്കിൽ, ഇപ്പം വെള്ളമൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പം മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആണ് പല രീതിയിലുള്ള ബോട്ടിൽസ്, അല്ലെങ്കിൽ തന്നെ ചൂടാക്കാൻ പറ്റുന്ന, ട്രാവലിംഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റുന്ന ആ ടൈപ്പിലുള്ള വെസൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അധികം യൂസ്ഫുൾ ആയിരിക്കും. സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പോയിരുന്നാലും ഡ്രസ്സസ് വേണം. സോ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് നമ്മൾ കയ്യിലെടുക്കുക എന്നുള്ളതാണ്, ബാഗിൽ കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്തത് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവർ യൂസ് ചെയ്യുന്ന സോപ്പ്, അത് നമ്മൾ എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് അല്ല കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്ത് എടുക്കുന്നത്. സോ അത് മാറ്റിയാണ്, അത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സോപ്പും കാര്യങ്ങളൊക്കെ കാണും. അപ്പം ആ കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മറക്കാതെ, ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ബാഗിൽ കീപ്പ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇവർക്ക് ഇപ്പോൾ തിയേറ്ററിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉള്ള കാര്യം ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. തിയേറ്ററിൽ പോകുമ്പോൾ കുട്ടികളെ എങ്ങനെയാണ്, 3 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തിയേറ്ററിൽ കൊണ്ടുപോകാവോ? കഴിവതും നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിപ്പം അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എൻജോയ് ചെയ്തു. ഇപ്പോൾ ഒരു പാർട്ടിയിൽ പോയി അല്ലെങ്കിൽ ഒരു ഉത്സവങ്ങൾക്ക് പോയി നമ്മൾ ആ സിറ്റുവേഷൻ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. പക്ഷേ കുറച്ച് ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ വിളിച്ചാൽ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് കേൾക്കാത്തത് പോലെ ഇരിക്കും. അപ്പോൾ പാരൻസ് ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ആൾ, പെട്ടെന്ന് ഇത് എന്ത് പറ്റി എന്നുള്ളൊരു ഓപ്ഷൻ വരും.
അപ്പോഴാണ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുന്നതും. ഡോക്ടർ നോക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിന് ന്യൂറോ സെൻസറി ഇഷ്യൂസ് ആയിരിക്കാം, ഹിയറിംഗ് ലോസ് ആയിരിക്കാം ചിലപ്പോൾ കുഞ്ഞിന് സംഭവിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ DJ-യിലാണെങ്കിലും അതുപോലെ തന്നെ തിയേറ്ററിലാണെങ്കിലും ഈവൻ കാറിലാണെങ്കിൽ കൂടി നമ്മൾ സോങ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഡെസിബിൾസ് കൂടിയിട്ടുള്ള ഡെസിബിളിൽ വെച്ചിട്ടാണ് കേൾക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പോലും ഒരു 50 ഡെസിബിളൊക്കെയാണ്, 50-ൽ താഴെയാണ് ഏറ്റവും നല്ലത്. അത്രയും ഡെസിബിളുള്ള ഹിയറിംഗ് ആണ് ഏറ്റവും കുഞ്ഞു മക്കൾക്ക് നല്ലതെന്ന് പറയുന്നത്. അതിൽ മേലുള്ള ഡെസിബിൾ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഹിയറിംഗ് ലോസ് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് അറിയില്ല. സ്റ്റാർട്ടിങ്ങിൽ എന്ന് വെച്ചാൽ നമ്മൾ കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കുഞ്ഞ് നെവർ മൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കാണ്ടിരിക്കുമ്പോൾ കേൾക്കാതെ, അപ്പോൾ നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഓൾറെഡി അവൻ കേൾക്കുന്നില്ല, നമ്മൾ പറയുന്ന പകുതിയും കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കാനായിട്ട് പാരൻസ് വൈകും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ഇതിലോട്ട് പോവാണ്ടിരിക്കുക, അതായത് ലൗഡ് ആയിട്ടുള്ള വോയിസ് ഉള്ള സ്ഥലങ്ങളിൽ കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ നിങ്ങൾ കൊണ്ടുപോകേണ്ടി വന്നാൽ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, കൊണ്ടുപോകേണ്ടി വന്നാൽ ഹിയറിംഗ് മഫ്സ് പോലത്തുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക. കുഞ്ഞുങ്ങൾക്ക് ബേബി ഹിയറിംഗ് മഫ്സ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ കുഞ്ഞു കുട്ടികൾക്ക് വെച്ച് കൊടുക്കുക. അതായത് ഇപ്പം ലൗഡ് ആയിട്ടുള്ള വോയിസ് ഉള്ള ബോക്സസ് ഒക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ ആ ബോക്സിൻ്റെ അടുത്തൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ട് നിർത്താണ്ടിരിക്കുക. ഇപ്പൊ ഈ 2 കാര്യങ്ങളും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ തിയേറ്ററിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 100-ൽ മേലെ ഡെസിബിൾ ആണ് സൗണ്ട്സ് വരുന്നതും. അറ്റ് എ ടൈം ഒരേ സൗണ്ടിലല്ല, ഓൺ ദ സ്പോട്ട് തന്നെ പല രീതിയിലുള്ള സൗണ്ട് വൈബ്രേഷൻസ് അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് തന്നെ അങ്ങനെ ഒരു ലൗഡ് വോയിസ് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി വൈബ്രേഷൻ ഫീൽ ചെയ്യും. സെയിം കുഞ്ഞുങ്ങളിലും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ലൗഡ് ആയിട്ടുള്ള വോയിസ് ഉള്ള സ്ഥലങ്ങളിൽ കുഞ്ഞുമക്കളെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു ടൈം എപ്പോഴായിരിക്കും? അതായിരിക്കും മെയിൻലി എല്ലാ പാരൻസിനും അറിയേണ്ടത്. കാരണം ഏത് സമയത്ത് നമുക്ക് ഇവരെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത്. ഒരു 5-6 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അപ്പോഴ് ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം, ഇപ്പം പേടിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ തിയേറ്ററിൽ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ഫിലിംസിൻ്റെയും ഒക്കെ നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്, വയലേഷൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ കൊണ്ടുപോയാൽ അവർക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി വരുന്നത് ഒരു 5-6 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം കുറച്ച് ലൗഡ് വോയിസ് ഓട്ടോമാറ്റിക്കലി ചെവി പൊത്തും അല്ലേ. അതല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ ചെവി പൊത്തുക അല്ലെങ്കിൽ ശ്രദ്ധ വേറെ മാറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ കുഞ്ഞു കുട്ടികൾ അങ്ങനത്തെ ഒരു രീതിയിൽ പോകാനുള്ള ചാൻസസ് കുറവാണ്. സോ അതുകൊണ്ട് ഒരു 5-6 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം വേണമെങ്കിൽ, നോട്ട് പ്രൊമോട്ടഡ്, ബട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ശരി, ഓക്കെ. അപ്പോൾ കുഞ്ഞു കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യം, യാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അതുപോലെ ഉത്സവങ്ങളിലും DJ പാർട്ടിക്കും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്തും.